കേരള PSC നടത്തുന്ന ഡ്രൈവർ കാറ്റഗറിയിലേക്കുള്ള പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 1. റോഡിന് കുറുകെ കാണുന്ന ഇടമുറിയാത്ത വെളുത്ത വര സൂചിപ്പിക്കുന്നതെന്ന്. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിന് കുറുകെ, റോഡിൻ്റെ നടുവിലൂടെ കണ്ടിന്യൂസ് ആയി കാണുന്ന വെളുത്ത വര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ: സീബ്ര ക്രോസിംഗ്, ടേൺ എടുക്കാൻ പാടില്ലാത്ത സ്ഥലം, പാർക്കിംഗ് പാടില്ലാത്ത സ്ഥലം, സ്റ്റോപ്പ് ലൈൻ. ആൻസർ ടേൺ, അതായത് തിരിയാൻ പാടില്ലാത്ത സ്ഥലമാണ് വെള്ളവര കണ്ടിന്യൂസ് ആയി കാണപ്പെടുന്ന സ്ഥലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 20 വർഷം കഴിഞ്ഞ ചരക്ക് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയാണ്? 20 വർഷം കഴിഞ്ഞത്. 20 വർഷം കഴിഞ്ഞ ഫിറ്റ്നസ്, അതായത് ചരക്ക് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഓരോ വർഷം കൂടുന്തോറും പുതുക്കേണ്ടതാണ്. 20 വർഷം കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും പുതുക്കേണ്ടതാണ്. 3. എയർ ബ്രേക്ക് സംവിധാനത്തിൽ ബ്രേക്ക് പ്രവർത്തിക്കുന്ന മാധ്യമം ഏത്? അതായത് ഇപ്പോഴുള്ള എല്ലാ വാഹനങ്ങൾക്കും എയർ ബ്രേക്കാണ്. നമ്മൾ വലിയ വാഹനങ്ങളുടെയൊക്കെ സൈഡിൽ എയർ ബ്രേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്ന മാധ്യമം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കംപ്രസ്ഡ് എയർ, വാക്വം എയർ ഇവയൊന്നുമല്ല. കംപ്രസ്ഡ് എയർ, അതായത് വായുവിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ബ്രേക്ക് എന്ന സംവിധാനം ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രേക്ക് ഫ്ലൂയിഡിന് പകരമായി ഉപയോഗിക്കാവുന്ന ഓയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ബ്രേക്ക് ഫ്ലൂയിഡിന് പകരമായി ഉപയോഗിക്കാൻ കഴിയും. ബ്രേക്ക് ഫ്ലൂയിഡിന് പകരമായി ഇവയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ലീഫ് സ്പ്രിങ്ങിൻ്റെ നീള വ്യത്യാസം സാധ്യമാകുന്നത്. അതായത് ലീഫ് സ്പ്രിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടിയിലൊക്കെ കാണപ്പെടുന്നതാണ് ലീഫ് സ്പ്രിങ്. ഇതിങ്ങനെയാണ് ലീഫ് സ്പ്രിങ്, ഇതാണ്. ഈ ലീഫ് സ്പ്രിങ്ങിൻ്റെ നീള വ്യത്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആൻസർ സ്പ്രിങ് ഷാക്കിൽ ഘടിപ്പിച്ചതിനാൽ, അതായത് സ്പ്രിങ് ഷാക്കിൽ ഘടിപ്പിച്ചതിനാലാണ് ഇതിൻ്റെ നീളം വ്യത്യാസപ്പെടുന്നത്, അതായത് സംഭവിക്കുന്നത്. അടുത്തത്: ഡീസൽ വാഹനങ്ങളിൽ ഡാഷ് ഉണ്ടാവുകയില്ല. ഡീസൽ വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗ് ആണോ, ഫ്യുവൽ പമ്പ് ആണോ, ഇഞ്ചക്ടർ ആണോ, ഇവയൊന്നുമല്ല. അതായത് സ്പാർക്ക് പ്ലഗ് ഡീസൽ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കില്ല. സ്പാർക്ക് പ്ലഗ് ഡീസൽ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല.